കണ്ണൂർ ഇടതുമുന്നണിയുടെ കോട്ടയെങ്കിൽ കൊല്ലം ഇടതുമുന്നണിയുടെ അടിത്തറയാണ്. ആ അടിത്തറ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ഇളകിയതാണ്. ഇത്തവണ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് ChatGPT ചോദിച്ചാൽ 11 സീറ്റിൽ 7 സീറ്റുകൾ LDF നിലനിർത്തും എന്ന് AI പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി ChatGPT പറഞ്ഞു വെക്കുന്നുണ്ട്. കൊല്ലത്തെ ഗ്രൂപ്പ് പോരാട്ടങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചുവെങ്കിൽ UDFന് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും ഈ ഡേറ്റ വിശകലനം സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്ന മറ്റൊരു ക്ലാസ് ജില്ലയാണ് പത്തനംതിട്ട. ഇവിടെ 5 സീറ്റുകളിൽ 3 LDFനും 2 UDFനും ലഭിക്കുമെന്നാണ് പ്രവചനം. പക്ഷേ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് ഇരു മുന്നണികളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലും ChatGPT നൽകുന്നുണ്ട്. ഇനി അടുത്തത് തലസ്ഥാന നഗരിയാണ്, തിരുവനന്തപുരം ജില്ലയാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളായ നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് എന്നാണ് ChatGPT വിലയിരുത്തുന്നത്. വോട്ട് വിഹിതത്തിൽ BJP വൻ മുന്നേറ്റം നടത്തുമെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ LDF 8ഉം UDF 5ഉം നേടി മുന്നിലെത്തും എന്നാണ് പ്രവചനം. പക്ഷേ BJP ഒരു സീറ്റിൽ വിജയിച്ചേക്കാമെന്നും ChatGPT പറയുകയാണ്. അങ്ങനെ 14 ജില്ലകളിലെയും അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വാശിയേറിയ ഒരു ഫലമാണ് ഇത്തവണ വരാനിരിക്കുന്നത്. ChatGPTയുടെ ഫൈനൽ പ്രൊജക്ഷൻ അനുസരിച്ച് LDF 66 മുതൽ 72 വരെ സീറ്റുകളും UDF 68 മുതൽ 74 വരെ സീറ്റുകളും NDA 0 മുതൽ 2 സീറ്റുകൾ വരെയും നേടിയേക്കാം. കേവല ഭൂരിപക്ഷമായ 71 എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് ചുറ്റും കേരള രാഷ്ട്രീയം ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. ഓരോ വോട്ടും നിർണായകമാകുന്ന ഒരു ഫോട്ടോ ഫിനിഷ് തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് എന്നതാണ് ChatGPT പറയുന്നത്. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ പ്രവചനം മുഴുവനും ChatGPTയുടെ ഡേറ്റ വിശകലനത്തിന്റെ മാത്രം ഭാഗമാണ്. ഇനി ജില്ലകൾ കഴിഞ്ഞു, സംസ്ഥാനത്തിന്റെ ആകെ ചിത്രം കണ്ടു.